18 മോഡല് RS200 ഇതൊക്കെ കട്ട് ഓഫ് അടിക്കാൻ നേരത്തൊരു പ്രത്യേക ഒരു സൗണ്ടും ഉണ്ട്. ഇത് ചെയ്തപ്പോൾ ഒരു കട്ട് ഓഫ് അടിച്ച് ഏൽപ്പിച്ചു തരാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ കാണുന്ന RS200 ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സൈഡിൽ കാണാൻ ബെല്ലേക്ക് പോകുന്നതിനെ വിളിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ഇതിപ്പോൾ ഈ വണ്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ 2018 മോഡല് RS200 ആണ്. ഇതിപ്പോൾ ചെയ്തേക്കണം മോഡിഫിക്കേഷനും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയണം. അപ്പോൾ മോഡിഫിക്കേഷൻ ആദ്യമായിട്ട് പറയാനാണെങ്കിൽ ഒരു ബബിൾ വൈസർ ആയിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് വൈസർ മാറ്റി ഒരു ബബിൾ വൈസർ ആയിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിന് ഒരു കവർ ഇട്ടിട്ടുണ്ട്. മിറർ രണ്ടും ഊരി കളഞ്ഞിട്ടുണ്ട്. പിന്നെ DRLൻ്റെ അവിടെ രണ്ട് ഇത് റിംഗ് ലൈറ്റൊന്നും വെച്ചിട്ടില്ല, അതിന് വരെ 2 സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്, ഒരു റെഡും ബ്ലൂവും തന്നെ. പിന്നെ ഡ്യുവൽ ചാനൽ ABS ആണ് കേസ് വണ്ടി വരുന്നത്. പിന്നെ റോഡ് സ്കേ ആയിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും റോഡ് സ്കേ ആയിട്ടുണ്ട്. പിന്നെ ചെയ്തേക്കണ നമ്മുടെ എക്സോസ്റ്റൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെ വെച്ചേക്കണം. ടെയിൽറ്റേഡ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലാമ്പടി ചെയ്തേക്കണമല്ലേ, ഇത് മറ്റേ ക്ലാമ്പടി ചെയ്തേക്കണം. പക്ഷേ ഈ കവറിട്ട് വെച്ചേക്കണ കാരണം ചെറിയൊരു ശോകം പോലെ ഉണ്ട്, എന്നാലും വലിയ പോസ്റ്റ് ഇല്ല. പിന്നെ അതിൻ്റെ മീറ്ററിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഇത് കണ്ട വെള്ളം കയറിയാണ് വെയിലടിച്ച് പോയതാണെന്ന് അറിയാമല്ലോ. ഡിസ്പ്ലേക്ക് ചെറിയൊരു സീനുണ്ട്, വേറെ സീനൊന്നും ഇല്ല. ഹാൻഡിലൊരു ബെൻഡ് ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെ നിന്നൊരു ബെൻഡുള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഗിയറിൻ്റെ ഇവിടുത്തെ ഒരു ബുഷും പോയിട്ടുണ്ട്, വേറെ അങ്ങനെ സീനൊന്നും ഇല്ല ഈ വണ്ടി. പിന്നെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ, ഇത് RSൻ്റെ അല്ല, ഡ്യൂക്കിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി തന്നെ ഇൻഡിക്കേറ്റർ 200 രൂപ ഓർമ്മത്തിന്, അത് മേടിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും കോപ്പി ഇൻഡിക്കേറ്റർ കൊടുത്തേക്കണം 2 ഇത് ഉൾക്കാട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻഡിക്കേറ്റർ, അത് ഭയങ്കര ഷോക്കാണ്. ബാക്കിലത്തെ പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഇൻഡിക്കേറ്ററാണ് ബാക്കിലിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലുക്ക് കണ്ട അണ്ടർവീലും കൂടെ കയറ്റി തന്നാൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. പക്ഷെ അണ്ടർവീൽ കയറ്റിയിട്ടില്ല, ടയർ ഹഗ്ഗർ ഊരി കളഞ്ഞിട്ടില്ല. ഒരുമാതിരി ഒരു സ്റ്റോക്ക് തന്നെ ചെറിയ മോഡിഫിക്കേഷനാണ് ഇപ്പോൾ ചെയ്തേക്കണം. പിന്നെ നമ്മുടെ മൊബൈൽ ഹോൾഡർ ഇവിടെ വെച്ചിട്ടുണ്ട്, മൊബൈൽ ഹോൾഡറുണ്ട്, ചാർജറും ഉണ്ടെന്ന് തോന്നുന്നു. ചാർജറും ഉണ്ടെന്ന് തോന്നുന്നു കേസ്. ഇവിടെ ഒരു വയർ കണക്ഷൻ ഉണ്ട്, എന്തായാലും എവിടെയോ ചാർജറും ഉണ്ട്, പുറകിലാണെന്ന് തോന്നുന്നു. ചാർജറും ഉണ്ട്. പിന്നെ അറിയാലോ RS200 നമ്മളിതിനു മുന്നേ ഇവിടെ വെച്ച് തന്നെ ഒരു റെഡ് RS റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരു 2015 കൊണ്ടാണെന്ന് തോന്നുന്നു. BS3 അത് അടിപൊളി സാധനമായിരുന്നു. ഇത് BS4 വണ്ടിയാണ് കേസ്, 2018 മോഡൽ BS4 വണ്ടി. ABS ഒക്കെ തന്നെയാണ് ഇത്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടി കട്ട് ഓഫ് അടിക്കാൻ നേരത്തൊരു പ്രത്യേക ഒരു സൗണ്ടും ഉണ്ട്. ഇത് കേൾക്കാൻ തന്നെ എനിക്ക് RS എടുക്കണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. അതാണ് ഞാൻ ഈ പറയണ. ഇതിൻ്റെ കട്ട് ഓഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചെറിയൊരു ലാഗ് അടിച്ചിട്ടുള്ളൊരു കട്ട് ഓഫാണ്. നമ്മൾ ചിലപ്പോൾ RS ആയിരിക്കും എടുക്കുന്നത്. പിന്നെ വണ്ടീനെ കുറിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല, ചെയ്തേക്കണ മോഡിഫിക്കേഷൻ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ അലോയ ഒരു സ്റ്റിക്കർ ഇട്ടുണ്ട് ബാക്കിൽ. പിന്നെ വേറെ അങ്ങനെയൊന്നുമില്ല കേസ്. പിന്നെ ക്ലച്ച് വളഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു, ചെറിയൊരു വീഴ്ച വീണിട്ടുണ്ടെന്ന് തോന്നണം. അത് ഹാൻഡിലിനൊരു ബെൻഡുള്ള പോലെ തോന്നണുണ്ട് എന്തായാലും എനിക്ക്. അപ്പോൾ കേസ് നമ്മളെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയെന്ന് ചോദിച്ചാൽ 65,406 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് കേസ്. മീറ്ററൊക്കെ പുതിയ മീറ്റർ പോലെ ഇരിക്കണം, അതിൻ്റെ ഡിസ്പ്ലേക്ക് മാത്രമേ ചെറിയൊരു സീനുള്ളൂ. പിന്നെ അങ്ങനെ പറയാനൊന്നും ഒന്നുമില്ല കേസ്. ഈ വണ്ടി ചിലപ്പോൾ പണിയാൻ ചാൻസ് ഉണ്ട്, അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഫുള്ളായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല, ഇതൊന്നും ഓടിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഹോൾഡർ എടുത്തിട്ടില്ല, തന്നെയല്ലേ നമ്മൾ ഈ ഫോണ് ഹോൾഡർ വെച്ച് ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല. മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ. പിന്നെ അതിനുള്ള സാധനമൊക്കെ മേടിക്കണം, അതിന് നല്ല റേറ്റാണെന്ന് തോന്നണം. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ പഴയ ഫോൺ വെച്ച് തന്നെ ഹോൾഡർ കണക്ട് ചെയ്ത് വീഡിയോ എടുക്കണം. അത് നമ്മൾ എന്തായാലും ഒരു ക്യാമറ മേടിച്ച് കഴിയുന്നതിനകത്ത് അങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല, വേണേൽ ഒരു കട്ട് ഓഫ് ചെയ്യിപ്പിച്ച് തരാം. വണ്ടി ഞാൻ അങ്ങോട്ട് ഇറക്കുമ്പോൾ ഒരു കട്ട് ഓഫ് ചെയ്യിപ്പിച്ച് തരാം. ഇവിടെ വെച്ച് അടിച്ചെന്നാൽ ചിലപ്പോൾ വള്ളി ഇവിടെ കിറുക്കന്മാർ കിടക്കണം മിക്കപ്പോഴും ചെക്കിങ്ങിന്. ഇപ്പോൾ അങ്ങനെ നമ്മൾ പെട്ട് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കാം. ഇത് സെൻസറുള്ള കാരണം സ്റ്റാൻഡൊക്കെ തട്ടിയാൽ വണ്ടി സ്റ്റാർട്ടാവും. പക്ഷേ ഓടണമെങ്കിൽ ഗിയർ ഇടുമ്പോൾ ഓഫായി പോകും, സ്റ്റാൻഡ് തട്ടിയില്ലെങ്കിൽ.
എന്തായാലും ഞാൻ ഇപ്പോൾ ഒരു കൈ വെച്ച വീഡിയോ എടുക്കണം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു കൈ വെച്ച് കട്ട് ഓഫ് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ ഞാൻ വണ്ടി എവിടെയും നിർത്തിയിട്ട് കട്ട് ഓഫ് അടിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ സൗണ്ട്. എഞ്ചിനൊക്കെ ഭയങ്കര നീറ്റാണ്. കാരണം ചെറിയൊരു കിറ്റിന്ന് കിട്ടുന്ന ഒരു വൈബ്രേഷൻ വേണ്ട, വേറെ സീൻ. ഞാൻ ആ റോഡിലൂടെ നിറക്കട്ടെ എന്നിട്ട് വീഡിയോ എടുക്കാം. ചെയ്തപ്പോൾ ഒരു കട്ട് ഓഫ് ഞാൻ അടിച്ച് ചേർപ്പിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് കുറവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗൈസ്. ബൈ.